ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളിതാ ഇവിടെയാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലാണ്. മലപ്പുറം ജില്ലയിലുള്ള MES മെഡിക്കൽ കോളേജാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് ഇവിടെ വന്നിട്ടുള്ളത്, എനിക്ക് എന്ത് പറ്റി മെഡിക്കൽ കോളേജിലൊക്കെ വരാനെന്ന്. അപ്പോൾ കൂട്ടുകാരെ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. എനിക്കിവിടെ ഒരു പുതിയൊരു വർക്ക് ഉണ്ട്. മറ്റൊന്നുമല്ല, നമ്മളെ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ ഒരുക്കാനും അതുപോലെ തന്നെ ഒരു സ്റ്റേജിൻ്റെ വർക്കും കൂടി ചെയ്യാനാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റേജ് വർക്കിനും അതേപോലെ തന്നെ ട്രീ ഒരുക്കാനൊക്കെ ഉള്ള ആവശ്യമുള്ള വസ്തുക്കളൊക്കെയാണ് നമ്മൾ ഈ കാണിക്കുന്നത്. ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. എല്ലാ ഐറ്റംസും നമ്മൾ വാങ്ങിച്ചെടുത്തതാണ്. അപ്പോൾ കുറേ സ്റ്റാർസും അതേപോലെ തന്നെ ഈ ഗിഫ്റ്റ് പൗച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. അതേപോലെ തന്നെ ഇതാ കണ്ടില്ലേ, കുറേ സാൻറ്റാസ് ഉണ്ട്, കുഞ്ഞു കുഞ്ഞു സാൻറ്റകളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചത് തന്നെയാണ്. അപ്പോൾ ഈ ട്രീ ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ സമയമായിട്ട് നമ്മൾ ഇതിൻ്റെ പുറകെ തന്നെ ഇങ്ങനെ ഓരോന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള നല്ല നല്ല സ്റ്റാർസും അതേപോലെ തന്നെ കുഞ്ഞു സാൻറ്റനെ കാണാൻ എന്ത് ഭംഗിയാണെന്നോ, വാവ് അല്ലേ. അതേപോലെ ഈ കണ്ടില്ലേ ഈ ബോൾസ്, അത് നല്ലൊരു കുടമണി കണ്ടില്ലേ, ഇങ്ങനത്തെ കുടമണികൾ കുറേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവിടെ ഇങ്ങനെ തൂക്കി കൊടുക്കാനുള്ളതാണ് കേട്ടോ. കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ്, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കാണാൻ, എന്ത് ഭംഗിയാണെന്നോ. അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എല്ലാ സംഭവങ്ങളും എല്ലായിടത്തും ഒന്ന് ഹാങ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യട്ടെ. ഇവിടെ നല്ലൊരു ബദോമരം ഉണ്ട് കേട്ടോ. ഈ ഹോസ്പിറ്റലിൻ്റെ വലത് വശത്തായിട്ടാണ് ഈ ഒരു ഭാഗം നമ്മൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഇവിടെ നല്ലൊരു ബദോമരം ഉണ്ട്. അപ്പോൾ ആ മരത്തിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ട്രീ ഒരുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചില്ലകളൊക്കെ നമ്മൾ വെട്ടി മാറ്റി നല്ലൊരു റൗണ്ടൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറേ LED ബൾബും അതേപോലെ തന്നെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മരത്തിനെ നമ്മളൊന്ന് കുട്ടപ്പനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ സ്റ്റാറൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ തൂക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തും കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ള പരിപാടിയാണ് കേട്ടോ. ഇനി എന്തൊക്കെ പറഞ്ഞാലും ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടുള്ള നമ്മളെ ഉണ്ണിയേശു കാര്യങ്ങളും ഒക്കെ കഥകൾ. നമുക്ക് എനിക്കൊന്നും കൂടുതലൊന്നും അറിയില്ല. എന്തായാലും ആ ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു പ്രത്യേകതയും കാര്യങ്ങളൊക്കെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിക്കും. അതേപോലെ തന്നെ ന്യൂ ഇയറും കൂടിയാണല്ലോ. അപ്പോൾ എല്ലാവരും ഈ ഒരു പഴയ വർഷവും അതേപോലെ തന്നെ വരുന്ന പുതിയ വർഷവും പ്രതീക്ഷയുടെ പുതിയ വർഷം ഒക്കെയാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇത് ഈ ഹോസ്പിറ്റലിലാവുകൊണ്ട് എന്താണെന്നറിയും, നമുക്ക് നല്ല സന്തോഷമാണ് ചെയ്യുമ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരുപാട് ആളുകൾ പല 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 അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. ഇവിടെ വരാത്ത രോഗങ്ങളില്ല. അപ്പോൾ എല്ലാവർക്കും അവരുടെ അസുഖങ്ങളൊക്കെ മാറി അവർക്ക് നല്ലൊരു ആരോഗ്യവും അതേപോലെ തന്നെ ദീർഘായുസ്സും ഒക്കെ കൊടുക്കട്ടെ. വരും വർഷങ്ങളിൽ അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ, അവരും നമ്മളും ജീവിക്കട്ടെ. അതേപോലെ തന്നെ ഇത് കാണുമ്പോൾ എന്തായാലും അവർക്കും അവരെ കൂട്ടിരിപ്പുകാർക്കും ഒക്കെ നല്ലൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. നമ്മളെപ്പോലെ തന്നെ അവർക്കും ഉണ്ടാവില്ലേ ന്യൂ ഇയറും അതേപോലെ ക്രിസ്മസൊക്കെ ആവുമ്പോൾ. ഹോസ്പിറ്റലാണെന്ന് വെച്ച് കരുതിയിട്ട് നമുക്ക് ദുഃഖമേ ഉള്ളൂ, എന്നാലും നമുക്ക് സന്തോഷം ഉണ്ടാവും. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഹോസ്പിറ്റലിൻ്റെ കാര്യം അങ്ങനെയാണല്ലോ, ഒരു വശത്ത് നമുക്ക് സന്തോഷം തരുമ്പോൾ മറ്റൊരു വശത്ത് നമുക്ക് ദുഃഖമാണ് തരുന്നത്. ഒരേ ടൈമിൽ തന്നെ നമുക്ക് സന്തോഷവും ദുഃഖവും തരുന്ന ഒരു ഭാഗം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഹോസ്പിറ്റലുകളാണ്. ഏറ്റവും കൂടുതലായിട്ട് നമുക്കുള്ള അനുഭവങ്ങൾ അങ്ങനെയാണല്ലോ. പിന്നെ അതേപോലെ അപ്പോൾ നമ്മളെ മരങ്ങളൊക്കെ സെറ്റായി ഏകദേശമൊക്കെ റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സ്റ്റേജ് ഇതിൻ്റെ ഈ ക്രിസ്മസ് ട്രീൻ്റെ ഇടതുവശത്തായിട്ടാണ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത്. ആ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഡോക്ടേഴ്സും അതേപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫുകളും ഒക്കെ ഒരു കൂടിച്ചേരലും അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു പാർട്ടി നടത്താനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ
സ്റ്റേജ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഒന്ന് കൂടാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഏകദേശം ഇരുട്ടായി വരുന്നുള്ളൂ. നല്ല രാത്രിയാകുമ്പോൾ ഇത് കാണാൻ ഇതിലേറെ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.